നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രണ്ട് വഴികളാണ് ഉള്ളത്. ഒന്ന് നമുക്ക് ശരിയെന്ന് തോന്നുന്ന വഴി, മറ്റൊന്ന് മറ്റുള്ളവർക്ക് ശരിയെന്ന് നാം കരുതുന്ന വഴി. നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ കഴിവുള്ള ഏതൊരു വ്യക്തിയും നിങ്ങളുടെ യജമാനനാകും. അവനാൽ ശല്യപ്പെടുത്താൻ നിങ്ങൾ നിങ്ങളെ അനുവദിക്കുമ്പോൾ മാത്രമേ അയാൾക്ക് നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ കഴിയൂ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തതിനെ സ്നേഹിക്കരുത്. നിങ്ങൾക്ക് ലഭിക്കാത്തതിനെ വെറുക്കരുത്. നിങ്ങൾ കാണാത്തത് പറയരുത്. നിങ്ങൾ ചെയ്യാത്തതിനെ വിലയിരുത്തരുത്. ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണോ, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ ചെയ്യുക. ചെയ്യാൻ വലുതായി ഒന്നുമില്ലാത്തതല്ല, ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതാണ് തെറ്റ്. ആരുടെയും മുന്നിൽ നമ്മുടെ വ്യക്തിത്വം അടിയറവ് വയ്ക്കരുത്. നമ്മുടെ വ്യക്തിത്വം മാനിക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ സാധിക്കണം. എപ്പോഴും കൂടെയുള്ളവരെ കാണാനുള്ള കണ്ണ് ദൈവം നമുക്ക് തന്നിട്ടില്ല. അകന്ന് ദൂരെ എത്തുമ്പോഴാണ് നമ്മൾ അവരെ കാണുന്നത്. നമുക്ക് അവർ എത്ര വലുതായിരുന്നു, എത്രമാത്രം ആശ്വാസമായിരുന്നു എന്നൊക്കെ അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. നമ്മെ സ്നേഹിച്ചവർ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയേക്കാൾ എത്രയോ ഇരട്ടി വേദനയാണ് സ്നേഹിച്ചവർ നമ്മളെ ചതിക്കുമ്പോൾ ഉണ്ടാകുന്നത്. യാഥാർത്ഥ്യം എന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതല്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയാണെങ്കിൽ പോരായ്മകളിലും ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും. ഒന്നുമില്ലെന്ന് കരുതുന്ന നമുക്ക് എല്ലാം ഉണ്ടെന്ന് അറിയുന്നത് ഒന്നുമില്ലാത്തവരെ കാണുമ്പോഴാണ്. ആയുസ്സിൻ്റെ ദൈർഘ്യമല്ല, കർമ്മങ്ങളിലെ നന്മയാണ് ജീവിതത്തിൻ്റെ ധന്യത. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതും ഇനി സംഭവിക്കാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ പ്രതിഫലനമാണ്. നല്ല കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുക. നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. ഏറ്റവും മികച്ച പോരാളികൾ ദേഷ്യപ്പെടാറില്ല. ശാന്തത പാലിക്കാനുള്ള കഴിവ് ആത്മബലത്തെ സൂചിപ്പിക്കുന്നു. ദേഷ്യം ചിന്താശേഷിയെയും സന്തോഷത്തെയും നശിപ്പിക്കുന്നു. തെറ്റിദ്ധാരണകൾ എന്നത് അറിയാതെ എയ്ത അസ്ത്രം പോലെയാണ്. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുമ്പോഴേക്കും കുറേ മനസ്സുകളെ മുറിവേൽപ്പിച്ച് അത് മുന്നോട്ട് പോയിട്ടുണ്ടാകും. അവർ നിങ്ങളെ ബഹുമാനിക്കുന്നുവെങ്കിൽ അവരെ ബഹുമാനിക്കുക. അവർ നിങ്ങളെ ബഹുമാനിക്കുന്നില്ലെങ്കിലും അവരെ ബഹുമാനിക്കുക. മറ്റുള്ളവരുടെ പ്രവൃത്തികൾ നിങ്ങളുടെ നല്ല പെരുമാറ്റത്തെ ബാധിക്കാൻ അനുവദിക്കരുത്. കാരണം നിങ്ങൾ മറ്റുള്ളവരെയല്ല, നിങ്ങളെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത്. 3 തരം ആളുകളെ ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ പ്രയാസകരമായ സമയങ്ങളിൽ നിങ്ങളെ സഹായിച്ചവർ, നിങ്ങളുടെ പ്രയാസകരമായ സമയങ്ങളിൽ നിങ്ങളെ ഉപേക്ഷിച്ചവർ, നിങ്ങളെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ആരാണ് തള്ളിക്കളഞ്ഞത്. ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായാലും ഒന്നിലും തൃപ്തി വരാത്തവരാണ് നമ്മൾ. നമ്മളുടെ ജീവിതം മറ്റുള്ളവരുടേതുമായി താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു. നമ്മൾ എത്ര ശ്രമിച്ചാലും അവരാകാൻ നമുക്കോ നമ്മളാവാൻ അവർക്കോ കഴിയില്ല എന്നതാണ് സത്യം. ഒരു വ്യക്തി നിങ്ങളുമായി പ്രണയത്തിലാണെങ്കിൽ ആഴത്തിലുള്ളതും സംസാരിക്കാൻ പ്രയാസമുള്ളതുമായ കാര്യങ്ങൾ അവർ നിങ്ങളോട് തുറന്നു പറയാൻ തുടങ്ങും. ജീവിതകാലം മുഴുവൻ ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളോട് വിട പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ ഭാഗം. ഒരു വ്യക്തി സ്വയം ആശ്രയിക്കണം. എന്നും തൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ സ്വന്തമായി കൈകാര്യം ചെയ്യണം. കഷ്ടതകൾ ഉള്ള സമയത്ത് നിങ്ങൾക്ക് തുണയായി നിങ്ങൾ മാത്രമേ ഉണ്ടാവൂ. നിങ്ങളുടെ പ്രശ്നം തീർക്കാൻ മറ്റൊരാളും മുതിരില്ല. അതിനാൽ സ്വന്തം കഴിവ് വളർത്തിയെടുത്ത് ഉത്തരവാദിത്തങ്ങൾ സ്വന്തമായി കൈകാര്യം ചെയ്യുക. ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോൾ പ്രതീക്ഷിക്കാതെ മറ്റു ചിലതൊക്കെ നമ്മെ തേടി വരും. അതാണ് ജീവിതം. മറ്റുള്ളവരെ മനസ്സിലാക്കാതെ വിമർശിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വാക്കുകൾ, പ്രവൃത്തികൾ, സ്വഭാവം എന്നിവ സ്വയം വിലയിരുത്തുക. രക്തബന്ധമല്ല, വിശ്വാസമാണ് യഥാർത്ഥ ബന്ധം. വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് അപരിചിതരും നമുക്ക് വേണ്ടപ്പെട്ടവരാകും. വിശ്വാസമില്ലെങ്കിൽ സ്വന്തങ്ങൾ പോലും അന്യരാകും. സൗന്ദര്യത്തെ സ്നേഹിക്കരുത്. നിങ്ങളുടെ ജീവിതം ആരാണോ സുന്ദരമാക്കുന്നത് അവരെ സ്നേഹിക്കുക. ജീവിതത്തിൽ തോറ്റുപോയവർ അധികവും ജയിക്കാൻ അറിയാത്തവരല്ല, മറ്റുള്ളവരെ ചതിക്കാൻ അറിയാത്തവരാണ്. വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വലുതായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. കുടുംബത്തിന് വേണ്ടി ജീവിക്കണം, എന്നാൽ കുടുംബത്തിന് വേണ്ടി മാത്രമായി ജീവിക്കരുത്.
നിനക്ക് വേണ്ടി ജീവിക്കാനും ഈ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. പലരും പല ആവശ്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ കഴിയാത്തതാണെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയണം. ഒന്ന് വീണുപോയാൽ എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾ കൂട്ടിവെച്ച സമ്പത്തിനാകില്ല. അതിനൊരു കൈത്താങ്ങ് തന്നെ വേണം. ഓർക്കുക, സമ്പത്തിനേക്കാൾ മൂല്യം എന്നും മനുഷ്യബന്ധങ്ങൾക്ക് തന്നെയാണ്. ജീവിതത്തിൽ നമ്മളെ എല്ലായ്പ്പോഴും കുറ്റപ്പെടുത്തുന്നവരുടെ മുൻപിൽ ശരികൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ശരികൾക്ക് മുൻപിലും അവർ നിങ്ങളുടെ കുറ്റം കണ്ടെത്തും. ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക, ഇല്ലാത്തതിൽ വിഷമിക്കാതിരിക്കുക. ഉള്ളത് ഇല്ലാതാകാനും ഇല്ലാത്തത് ഉണ്ടാകാനും അധിക സമയം വേണ്ടിവരില്ല. ചിന്തകളും സങ്കല്പങ്ങളും നമ്മളിൽ നിന്നും ഒരിക്കലും വേഗത്തിൽ മാഞ്ഞു പോകില്ല. കാരണം ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ നമ്മൾ അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാനുണ്ട് കൂടെ എന്ന് പറയുന്ന വാക്കിൽ ചതി ഉണ്ടാവരുത്, വഞ്ചന ഉണ്ടാവരുത്. പകരം സുരക്ഷിതത്വം ഉണ്ടാവണം, വിശ്വാസം ഉണ്ടാവണം. അതിനെല്ലാം ഉപരി സ്നേഹമുണ്ടായിരിക്കണം. അത് സൗഹൃദത്തിലായാലും പ്രണയത്തിലായാലും ജീവിതത്തിലായാലും.